ഗുഡ് മോർണിംഗ് ഡിയേഴ്സ്. പുതിയൊരു വീഡിയോ. അതായത് കപ്പ, ഞങ്ങളിവിടെ കപ്പ വേവിക്കുക എന്നൊക്കെ പറയും. നിങ്ങളുടെ ഇവിടെ എങ്ങനെയാണ് പറയുന്നതെന്ന് കമൻറ്റ് ചെയ്യണേ. കപ്പ വേവിക്കുന്നത് എങ്ങനെയാണ് ഞങ്ങളുടെ സ്റ്റൈൽ, അതായത് കുട്ടനാട് സ്റ്റൈല് എങ്ങനെയാണെന്ന് ഒന്ന് നോക്കിയാലോ. എല്ലാവർക്കും അറിയാം കപ്പ വേവിക്കുന്നത് എങ്ങനെയാണെന്നൊക്കെ, പക്ഷെ ഞാനിവിടെ കാണിക്കുന്നത് ഞങ്ങളുടെ സ്റ്റൈല്, ഞങ്ങൾ ഉണ്ടാക്കുന്ന രീതിയാണ്. അത്യാവശ്യം 2 കപ്പ എടുത്തിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ തൊലി പൊളിച്ച് ഒരേ വലിപ്പത്തിൽ ഒന്ന് കൊത്തി അരിഞ്ഞ് വെള്ളത്തിലോട്ടിടാം. ഇതിലൊരു എന്താ പറയുക, ഒരു കട്ടെന്നൊക്കെ പറയും കപ്പയ്ക്ക്. അത് കുറച്ച് നേരം വെള്ളത്തിലിട്ട് കഴിഞ്ഞാൽ അതങ്ങ് മാറിക്കിട്ടും. ചിലവർക്ക് വയറ്റിൽ പിടിക്കത്തില്ല, ഗ്യാസിൻ്റെ പ്രശ്നമൊക്കെ ഉണ്ടാവും. അപ്പോൾ കുറച്ച് നേരം വെള്ളത്തിലിട്ട് കഴിഞ്ഞാൽ ആ പ്രശ്നത്തിന് സൊല്യൂഷൻ ഉണ്ടാവും. അപ്പോൾ നമുക്ക് നോക്കിയാലോ. കുഴപ്പമില്ലാത്ത കപ്പയാണ്, ഒത്തിരി വേവൊന്നുമില്ല, പെട്ടെന്ന് വെന്ത് കിട്ടുന്ന കപ്പയാണ്. ഇങ്ങനെ പുഴുങ്ങിയിട്ടുണ്ടായിരുന്നത്, ചെണ്ടൻ കപ്പ എന്നൊക്കെ പറയില്ല, അങ്ങനെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നേ. നമുക്ക് നോക്കട്ടെ. ചെളിയിട്ടാണ്, നമുക്ക് കുറച്ച് നേരം വെള്ളത്തിലോട്ടിടാമേ. കൊത്തി നമുക്ക് ഈ വെള്ളത്തിൽ തന്നെ ഇടണം കുറച്ച് നേരത്തേക്ക്. കൊത്തിയെടുക്കാമെന്നാണ് പറയുക. കൊത്തിയെടുത്തിട്ട് കുറച്ച് നേരം ഒന്ന് വെള്ളത്തിലിട്ട് അതിൻ്റെ ഒരു കട്ടെന്നൊക്കെ പറയും, അത് മാറിക്കിട്ടുവേ. നമ്മളിതുപോലെ ഒരേ സൈസിലിങ്ങനെ കൊത്തിയെടുക്കണം, അല്ലെ പല വേവായി പോവും. നമ്മളിങ്ങനെ കൊത്തിയെടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് ഇത് 2 പ്രാവശ്യം ഒന്ന് കഴുകിയെടുത്തിട്ട് നമുക്ക് ഈ കലത്തിലിട്ട് നമുക്ക് വേവിച്ചെടുക്കാവേ. കപ്പ വീഴുന്ന സമയത്ത് നമുക്ക് അരപ്പ് റെഡിയാക്കാം. ഇത്രയും തേങ്ങ മതിയാവും. അരപ്പിനുള്ള തേങ്ങയാണ്. തേങ്ങ, കുറച്ച് പച്ചമുളക്, ചെറിയ ഉള്ളി, പിന്നെ ഇത്തിരി വെളുത്തുള്ളി. ചിലവർ നമ്മുടെ നല്ല ജീരകം ഇല്ലേ, അതും കൂടെ കുറച്ചിടുവേ. അപ്പം നമുക്കിതൊന്ന് ചതച്ചെടുക്കണം. ചതച്ചിട്ട് വരാം. കറിവേപ്പിലയും ഇത്തിരി മഞ്ഞൾപ്പൊടിയും കൂടെ ഇട്ടിട്ട് വേണം ഒന്ന് ചതയ്ക്കാനായിട്ട്. ഈ ഒരു പരുവത്തിൽ നമ്മളൊന്ന് ചതച്ചെടുക്കണേ. ഒരുപാട് അരഞ്ഞു പോവില്ല. ഈ ഒരു പരുവത്തിൽ എല്ലാം കൂടെ ഒന്ന് ഉടഞ്ഞു കിട്ടണം. എന്ത് കഴിയുമ്പം നമ്മൾ ആ കപ്പയുടെ വെള്ളമെല്ലാം ഊറ്റിക്കളഞ്ഞിട്ട് അരപ്പ് നമ്മൾ റെഡിയാക്കി വെച്ചിരുന്നില്ലേ, അത് കപ്പയിലെ മണ്ടയിലോട്ട് ഇട്ടിട്ട് ഒന്ന് ആവി കയറ്റി സ്റ്റീം ചെയ്തെടുക്കണേ. അതിൻ്റെ ആ പച്ചമണമൊക്കെ ഒന്ന് മാറുന്നിടം വരെ. എന്നിട്ട് നമുക്ക് ഇത് വെള്ളമെല്ലാം പറ്റി നമുക്കൊന്ന് കുഴച്ചെടുക്കണം. കിടപ്പിലാണ് വെച്ചിരുന്നത് കേട്ടോ. യുവതിയെ ചികിത്സിച്ച ഡോക്ടർമാരുടെ മൊഴി. യുവതിയുടെ മൊഴി സ്ഥിരീകരിച്ച ഡോക്ടർ അശാസ്ത്രീയ ഗർഭചിത്രത്തിന് പിന്നാലെ അമിത രക്തസ്രാവം ഉണ്ടായെന്ന മൊഴി.